സൈബർ യുഗമാണ്. എങ്ങും സാങ്കേതിക വിദ്യയുടെ എടുത്ത ചാട്ടങ്ങൾ. ഈ എടുത്തുചാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒരേ എടുത്തുചാട്ടമാണ് ഈ സാങ്കേതിക വിദ്യയുടെ പടുകുഴിയിൽ. ഇന്ന് കേരളകൗമുദി പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചാണ് ആ വാർത്ത. ഡേറ്റിംഗ് ആപ്പുകൾ മാത്രമല്ല പ്രശ്നം, കുറച്ച് കാശൊക്കെ പോക്കറ്റിലുള്ള ആളുകളുണ്ടല്ലോ, ഇരട്ടി കാശ് എങ്ങനെ സമ്പാദിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ. അങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി വെമ്പൽ കൂടുന്ന ആളുകളും ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടാറുണ്ട്. പലതവണ ഞാൻ തന്നെ ഈ വാർത്ത പറഞ്ഞിട്ടുണ്ട്, ഇതേമാതിരിയുള്ള സംഭവങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പലതവണ മറ്റു പല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും ഇത്തരം വാർത്തകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡേറ്റിംഗ് ആപ്പും അതുപോലെ തന്നെ ഈ സൈബർ തട്ടിപ്പുകളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് പോലീസ് പറയുന്നത്. പല തട്ടിലാണ് ഈ സംഭവങ്ങൾ. ചിലപ്പോൾ ഫോൺ കോൾ വരാം. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ കോളിൻ്റെ ഒരു അനുഭവമാണ്. ICICI ബാങ്കിൻ്റെ മാനേജറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വിളിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് സംഭാഷണം. വിളിച്ചിട്ട് ഉത്തരേന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ 2008 എടുത്ത ഒരു ലോണുണ്ട്, വാഹന ലോണുണ്ട്, അത് പെൻഡിങ് ആണ്, എത്രയും വേഗം അടയ്ക്കണം. ഞാൻ ICICI ബാങ്കിൽ നിന്ന് വാഹന ലോൺ എടുത്തിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഞാൻ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് ആ തട്ടിപ്പിൽ നിന്ന് തടിയൂരി. ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഇതുപോലെ തന്നെ ഒരു ICICI ബാങ്കിൽ നിന്ന് എന്ന് പറഞ്ഞ് വീട്ടിൽ കടന്നു കയറി 8 ലക്ഷം രൂപ വായ്പ എടുത്ത ആൾ ഇനി 1.5 ലക്ഷം രൂപയെ അടയ്ക്കാനുള്ളൂ. ആ വീട്ടിൽ കടന്നു കയറി ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന അവിടെ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അത് സൈബർ തട്ടിപ്പല്ല, നേരിട്ടുള്ള തട്ടിപ്പ്. ഇതുപോലെ ഫോൺ വിളികൾ വരാം. അതുപോലെ തന്നെ പോലീസുകാരാണ്, ഞങ്ങൾ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വരാം. ഇതുപോലെ പല തട്ടിപ്പുകളുമുണ്ട്. പക്ഷേ ഇവിടെ കൊച്ചി സ്വദേശിക്ക് സംഭവിച്ചത് എന്താണ്? ഈ വാർത്തയിൽ ഇരയാക്കപ്പെട്ട കൊച്ചി സ്വദേശിക്ക് സംഭവിച്ചത് 2023 മുതൽ 2025 വരെയുള്ള കാലയളവ്, അതായത് 2 വർഷക്കാലം ഇയാളിൽ നിന്ന് നിരന്തരം പൈസ ഇങ്ങനെ ഒരു കമ്പനി ഈടാക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ഇരട്ടി ലാഭം കിട്ടും. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തുന്നു, ട്രേഡിംഗ് നടത്തി നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു. അങ്ങനെ ഇയാൾക്ക് വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ തുട്ട് പോക്കറ്റിൽ തടഞ്ഞു കാണണം. അതുകൊണ്ടാവണമല്ലോ ഇങ്ങനെ വിശ്വസിച്ച് കാശ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 2023 മുതൽ 2025 വരെ നമ്മുടെ നാട്ടിൽ എത്ര സൈബർ തട്ടിപ്പുകളും സൈബർ കുറ്റങ്ങളും ഇമാതിരിയുള്ള ചീറ്റിങ്ങുകളും പോലീസ്, നാട്ടുകാർ സോഷ്യൽ മീഡിയ വഴി അലറിക്കരഞ്ഞു പറഞ്ഞു, അയ്യോ എൻ്റെ കാശ് പോയേ, പണം പോയേ എന്ന് വിളിച്ചു പറഞ്ഞു. ഇതൊന്നും കൊച്ചിയിലെ ഈ മഹാനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാൾ 25 കോടി രൂപ അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനമാണ് അയ്യോ എൻ്റെ കാശ് പോയേ എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെടുന്നത്. 25 കോടി അടിച്ചുമാറ്റിതാരാണ്? കാലിഫോർണിയ, സൈപ്രസ്. ഇതൊക്കെ കേൾക്കും. ഇവിടെ നിന്നാണ് കോൾ വരുന്നത്. കാലിഫോർണിയ ഇങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലുള്ള സ്ഥലവും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള സ്ഥലവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സ്ഥലവും ഒക്കെ കേൾക്കുമ്പോൾ ഇവിടെ കൊച്ചിയിലിരുന്ന ആളിനൊരു കോരിത്തെരിപ്പുണ്ടായി കാണണം. അതുകൊണ്ടാണ് 25 കോടി രൂപ കൊണ്ട് ഇട്ടുകൊടുത്തത്. 25 കോടി രൂപ പോയി. എന്നിട്ട് പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് പറഞ്ഞു കൊച്ചിയിലെ പതാരമോ എവിടെയൊക്കെ ഇരുന്നിട്ടാണ് യുവന്മാർ തട്ടിപ്പ് നടത്തി. എന്നിട്ടൊരു പെൺമണിയെയും മലയാളി യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? 25 കോടി രൂപ തട്ടിയെടുത്ത വകയിൽ അതിൻ്റെ കുറച്ച് വിഹിതം ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ട്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് മനസ്സിലായി മലയാളം സംസാരിക്കുന്ന ഒരു ഡാനിയലാണ് ഇയാളെ വിളിച്ചത്. ഡാനിയൽ പറഞ്ഞു, ഞങ്ങളിങ്ങനെ അമേരിക്കൻ കമ്പനിയാണ്, നിങ്ങൾ ഗംഭീരമായിട്ട് ട്രേഡിംഗ് നടത്തി ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാണ് ഇയാളെ കബളിപ്പിക്കുന്നത്. ഇയാൾ അതിൽ പോയി വീണ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഇനി ഡേറ്റിംഗ് ആപ്പിലൂടെ കാസർഗോഡുകാരൻ 17കാരൻ എന്താ സംഭവിച്ചത്? 2 വർഷക്കാലം ആൺ ശരീരം കൊതിക്കുന്ന കുറേ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ ഈ പയ്യനെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുന്നു. 20 പേരാണ്. അതിൽ കുറേ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുപോലെ ചതിക്കുഴി ഒരുക്കുന്ന ഈ ഡേറ്റിംഗ് ആപ്പുകൾ. കോവിഡ് കാലത്താണ് ഇത് തഴച്ചു വളർന്നത്. ഇതിനെക്കുറിച്ച് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. ബംബിൾ, ടിൻഡർ, ഹിഞ്ച് തുടങ്ങിയ ആപ്പുകളിലൂടെയാണ് ആളുകൾ ഇണയെ തിരക്കി പോകുന്നത്. അതിനുശേഷം മറ്റ് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റ് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കും. എന്തൊക്കെയാണ് ഇതിന് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഏജ്, അതായത് നിങ്ങളുടെ പ്രായം കൊടുക്കണം, പിന്നെ പേര്, സ്ഥലം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മൊബൈൽ നമ്പർ, ഹോബീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ മെമ്പറാകാം. പിന്നെ നിങ്ങളെ തേടി ഇണകളുടെ അങ്ങോട്ട് പെരുവെള്ളപ്പാച്ചിലായിരിക്കും എന്നൊക്കെയാണ് ഈ ആപ്പുകൾ നൽകുന്ന പരസ്യം. ഈ ആപ്പിൽ ചെന്ന് ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിലേക്ക് ചാടുന്നു എന്നർത്ഥം. അതിനകത്ത് ഇരകളാകുന്ന ഈ ആപ്പിൽ ചേരുന്നത് പെണ്ണുങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇതിനകത്ത് ചേരുന്ന ആളുകൾ.
പലരും അപകടത്തിൽ പോയി ചാടുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യും, നിങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ നിങ്ങളെ തന്നെ കാണിച്ചിട്ട് പൈസ വസൂലാക്കും, ബ്ലാക്ക് മെയിൽ ചെയ്യും, പൈസ, പിന്നീട് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അഭിമാനം, ആത്മാഭിമാനം, നിങ്ങളുടെ കുടുംബം ഒക്കെ നശിപ്പിച്ച് കയ്യിൽ തരും. അതുകൊണ്ട് ഇതിലൊന്നും പോകരുത് എന്നാണ് സൈബർ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ കൊച്ചിയിലെ പണക്കൊതിയനായ 25 കോടി നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ, പണക്കൊതിയൻ, അയാളെ പണക്കൊതിയൻ എന്നല്ല എന്ത് വിളിക്കാൻ, അയാളെ പോലുള്ള ആളുകൾ വീണ്ടും പൈസ കൊണ്ടിട്ട് ചാടിക്കൊണ്ടേയിരിക്കും. ഈ ഡേറ്റിംഗ് ആപ്പിലൊന്നും പോയി പിള്ളേരൊന്നും വീഴാതിരിക്കാൻ രക്ഷിതാക്കളും ഒന്ന് മുൻകരുതലെടുക്കണം.